നമസ്കാരം. മുസ്ലിം പള്ളി പൊളിച്ച് മൂത്രപ്പുരയും ബാറുമാക്കുന്നു. തൊഴിലിടങ്ങളിൽ റംസാൻ നോമ്പിനും നിസ്കാരത്തിനും വിലക്ക് ഏർപ്പെടുത്തുന്നു. മതപീഡനത്തിൽ റെക്കോർഡിടുകയാണ് സഖാക്കൾ വാഴ്ത്തിപ്പാടുന്ന ചങ്കിലെ ചൈനയിൽ. ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും മതവിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും അതിരൂക്ഷമായി വർദ്ധിച്ചു വരികയാണെന്ന് അമേരിക്കൻ കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമ ചൈനയിൽ 10 ലക്ഷത്തിലേറെ ഉയ്ഗൂർ വംശജരായ മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൂട്ടത്തോടെ രാഷ്ട്രീയ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിൽ അടച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് തന്നെയാവും ഉത്തരം. കമ്മ്യൂണിസ്റ്റ് പീഡനങ്ങൾ ഭയന്ന് ക്രൈസ്തവർ അടക്കമുള്ള ഒരുപാട് മതപ്രചാരകർ ഇവിടെ നിന്ന് നാടുവിട്ടിട്ടുണ്ട്. 2023 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടത്തിൽ നിന്നും 63 ചൈനീസ് ക്രൈസ്തവരെ രക്ഷിച്ച കഥ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു. ഷെൻസൻ ഹോളി റിഫോംസ് സമൂഹം എന്നാണ് ഇവർ അറിയപ്പെട്ടത്. ചൈനീസ് ഭരണകൂടത്തിന്റെ നിരന്തരമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തെക്കൻ ചൈനീസ് നഗരമായ ഷെൻസനിൽ നിന്നും 2019 ഈ ക്രൈസ്തവർ പലായനം ചെയ്യുന്നത്. തെക്കൻ കൊറിയയിലെ ജെജു നഗരത്തിലാണ് ഇവർ ആദ്യം അഭയം തേടിയത്. ചൈനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ തുടരുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിനാൽ കഴിഞ്ഞ വർഷം ഇവർ തായ്ലൻഡിലും എത്തി. ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നയതന്ത്ര ചാനലുകൾ വഴി അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടത്തി വരുന്നുണ്ടായിരുന്നു. കുടിയേറ്റ നിയമലംഘനത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ തായ് അധികാരികൾ ഈ കുടുംബങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ യാത്രാരേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ചൈനയിലെ ഏറ്റവും വലിയ മതപീഡനം ഏറ്റുവാങ്ങുന്നത് ഉയ്ഗൂരികൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വടക്കു പടിഞ്ഞാറ് കിടക്കുന്ന സിൻജിയാങ് പ്രവിശ്യയിൽ അടിമകളെ പോലെ ജീവിക്കുന്നവരാണിവർ. ഇക്കൂട്ടർ മതം ഉപേക്ഷിച്ച് ദേശീയവാദികളാകണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതിനായി 30 ലക്ഷത്തോളം വരുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളെ തുറന്ന തടവറകളിൽ അടച്ചിരിക്കുകയാണ് ചൈന. അതായത് ഈ മേഖലയിലെ ഓരോ മുക്കിലും മൂലയിലും ഭരണകൂടത്തിന്റെ കണ്ണുണ്ട്. ഹാൻ വംശജരെ ഇങ്ങോട്ട് വ്യാപകമായി കുടിയേറി പാർപ്പിക്കുന്നതുമുണ്ട്. 2017 മുതൽക്ക് തന്നെ പ്രദേശവാസികളായ ഏകദേശം 18 ലക്ഷത്തോളം പേരെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ നിർബന്ധിച്ച് പിടിച്ചടച്ചുകൊണ്ട് വ്യക്തിപരമായ റെക്ടിഫിക്കേഷൻ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ ഇത് തുറന്ന തടവറയല്ല, രാഷ്ട്ര പുനർനിർമ്മാണ കേന്ദ്രങ്ങളാണെന്നാണ് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം പറയുന്നത്. അവിടെ എങ്ങനെ ഒരു നല്ല പൗരനാകാം എന്നതാണത്രേ ചൈന ഇവരെ പഠിപ്പിക്കുന്നത്. പുരുഷന്മാർ ജയിലിലായ ഉയ്ഗൂർ വീടുകളിലേക്ക് ഇപ്പോൾ ബന്ധു സഖാക്കൾ എന്ന പേരിലാണ് ചൈന ആളുകളെ കയറ്റിവിടുന്നത്. സമ്മതമില്ലാതെ വീടുകളിലെത്തുന്ന ഈ അതിഥികൾ ഉയ്ഗൂരികൾക്കൊപ്പം ഉണ്ടുമുറങ്ങിയും താമസിക്കും. എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും. ചൈനീസ് ഭാഷയടക്കം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. അസ്വാഭാവികമായ എന്ത് കണ്ടാലും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ബന്ധു സഖാക്കൾക്ക് നിർദ്ദേശം കിട്ടിയത്. ഹറാമായിട്ടുള്ള മദ്യവും മാംസവും കഴിക്കാൻ പ്രേരിപ്പിക്കണം. താടിയില്ലാത്തയാൾ പെട്ടെന്ന് താടി വെച്ചാലും മദ്യപിക്കുന്നയാൾ പെട്ടെന്ന് നിർത്തിയാലും ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. സുന്നത്ത് കല്യാണങ്ങളിൽ, പേരുള്ള ചടങ്ങുകളിൽ, ജനന മരണങ്ങൾ തുടങ്ങിയവയിലൊക്കെ സജീവമാകണം. മിശ്ര വിവാഹങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയവയാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന മറ്റ് നിർദ്ദേശങ്ങൾ. 2020 ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും ചിലത് മദ്യവും സിഗരറ്റും വിൽക്കുന്ന ബാറാക്കിയതും ഖബറുകളിലെ അസ്ഥികൾ വരെ മാന്തിയെടുത്തതും വലിയ വാർത്തയായിരുന്നു. പ്രവിശ്യയിലെ ആദുഷി ഗ്രാമത്തിലുണ്ടായിരുന്ന ഉയ്ഗൂർ ജമാ മസ്ജിദ് ഇടിച്ചു പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും വാർത്തയായിരുന്നു. ഇടിച്ചു പൊളിക്കും മുമ്പ് പള്ളി കയ്യേറി പാർട്ടി കൊടിയും നാട്ടിയിരുന്നു. മുൻവശത്ത് രാജ്യത്തെ സ്നേഹിക്കുക, പാർട്ടിയെ സ്നേഹിക്കുക എന്നെഴുതിയ വലിയൊരു ബോർഡും സ്ഥാപിച്ചു. അവിടെ മറ്റൊരു പള്ളി പൊളിച്ച് ഇസ്ലാമിന് ഹറാമായ മദ്യവും സിഗരറ്റും ഒക്കെ വിൽക്കുന്ന സ്റ്റോറാക്കി മാറ്റിയിരുന്നു. ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ മനോബലം തകർക്കാനും അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് നിർബന്ധിതമായി അടർത്തിമാറ്റി ഹാൻ വംശീയ സ്വത്വത്തിലേക്കും മുഖ്യധാര ചൈനീസ് ദേശീയതയിലേക്കും ഇണക്കി ചേർക്കാനുള്ള സർക്കാരിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഉയ്ഗൂരികളുടെ പല തൊഴിലിടങ്ങളിലും റംസാൻ നോയമ്പും നിസ്കാരവും വരെ സമയനഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ചൈന നിരോധിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ചൈന നിഷേധിക്കുകയുമാണ്. മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെന്നും രാജ്യത്തെ സുരക്ഷയും ഐക്യവും മുൻനിർത്തിയുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ചൈനീസ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. ക്രിസ്ത്യൻ വംശജരും ചൈനയിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാവുകയാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ചൈനയിലെ പള്ളികളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യണമെന്നും ഈശോയുടെയും കന്യാമറിയത്തിന്റെയും ചിത്രങ്ങൾക്ക് പകരം പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ചിത്രം വയ്ക്കണമെന്ന സർക്കാർ നിർദ്ദേശവുമാണ് വിവാദമാകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. സർക്കാർ മതഗ്രന്ഥങ്ങൾ സെൻസർ ചെയ്യുകയാണെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പ്രസംഗിക്കാൻ വൈദികരെ നിർബന്ധിക്കുകയും പള്ളികളിൽ മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണെന്നും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു.